തൻ്റെ പിതാവിനെ കബളിപ്പിച്ച് അമ്മയുടെ ഉദരത്തിൽ നശിച്ച ഒരു വിത്തെറിഞ്ഞ് അയാളെ കാണാൻ പോകാനുള്ള അനുവാദം ശങ്കരനും മന്ദാകിനിക്കും കറുപ്പുസ്വാമി നൽകിയില്ല. മന്ദാകിനിക്ക് ഭർതൃപിതാവിനെ അവസാന നോക്കു കാണാനുള്ള ആഗ്രഹം നടന്നില്ല. പക്ഷേ ശങ്കരനിൽ അത് യാതൊരു പ്രതികരണവും ഉളവാക്കിയില്ല. ഒരേ ഇരുപ്പിൽ വിദൂരതയിലേക്ക് മിഴികൾ നട്ട് അയാൾ മണിക്കൂറുകളോളം ഇരുന്നു. എങ്ങനെ എന്തു പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കണമെന്ന് മന്ദാകിനിക്ക് അറിഞ്ഞുകൂടാ. ശങ്കരേട്ടാ! അവളുടെ ആർദ്രമായ വിളി അവനിൽ ഒരു കുലുക്കവും സൃഷ്ടിച്ചില്ല. തൻ്റെ പ്രിയതമൻ്റെ മനസ്സിലെ വികാരം എത്തരത്തിലുള്ളതായിരിക്കുമെന്ന് അവൾക്കറിയില്ല. പക്ഷേ അവളുടെ മിനുത്ത കരാങ്കുലികൾ കൊണ്ടുള്ള ഒരു തലോടൽ, അത് ശങ്കരന് ധാരാളമായിരുന്നു. മനസ്സിലെ വികാരങ്ങളത്രയും ഉള്ളിൽ കുഴിച്ചു മൂടിയ ശങ്കരൻ തൻ്റെ പത്നിയെപ്പോലും അടുത്തറിയാനോ പരസ്പരം യാതൊന്നും പങ്കുവയ്ക്കാനോ ശ്രമിച്ചിരുന്നില്ല. നടുക്കുന്ന ധാരാളം ഓർമ്മകൾ അയാൾക്കുണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞു ശരീരത്തിൽ ചവിട്ടിയും തൊഴിച്ചും രസിച്ച വളർത്തച്ഛൻ, സ്നേഹം രണ്ടിറ്റു കണ്ണീരിൽ ഒതുക്കിയ അമ്മ, തൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും അടിച്ചും പിച്ചിയും നോവിച്ചും രസിക്കുന്ന ഏട്ടൻ, വിവാഹം കഴിച്ചുവെങ്കിലും തൻ്റെ പത്നിയെ കൊതി തീരെ ഒന്ന് കാണുവാൻ അനുവാദമില്ലാത്തവൻ. അയാൾക്ക് മനം മടുത്തു. അതിനെല്ലാം കാരണം ആ കച്ചേരിക്കാരൻ എന്ന് പറയുന്ന തൻ്റെ പിതാവായിരുന്നു. അദ്ദേഹത്തെ അവൻ മനസ്സാ വെറുത്തിരുന്നു. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീറ്റൽ. ആഴ്ചകളോളം അയാൾ ആരോടും സംസാരിച്ചില്ല.